ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം. താലി കിട്ടിയ വിവരം വന്ദനയും അച്ഛനെയും അമ്മയും വിളിച്ചു പറയാൻ ഞാൻ കാണിച്ച ധൈര്യം, അത് പറയാമെങ്കിൽ ഇതും ജഗൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞേനെ, ചങ്കൂറ്റത്തോടെ. വന്ദനെ, നീ ഇവിടെ ഇരിക്കുകയാണോ? കിച്ചണിലേക്ക് പോകുന്നില്ലേ? ഈ ചോദ്യം മാറ്റി ആരെങ്കിലാണ് ചോദിച്ചിരുന്നെങ്കിൽ അതെന്റെ നെഞ്ചി തറയ്ക്കുന്ന കൂരമ്പായി മാറിയന്. വന്ദനെ, ജഗ, സാധാരണ ഒരു പെണ്ണ് താലി കെട്ടി കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത് പോലെ 1000 സ്വപ്നങ്ങളായിട്ട് ഇവിടേക്ക് കയറി വന്നവളല്ല ഞാൻ. മറിച്ച് മരവിച്ച മനസ്സുമായിട്ട് ഒരച്ഛന്റെ മനസ്സിന്റെ ഭാരം ഒഴിവാക്കാനായി ഇറങ്ങി തിരിച്ചവളാ ഞാൻ. വന്ദനെ, ഇന്നലെ ഇവിടെ നടന്നൊക്കെ മറന്നുകൂടെ നിനക്ക്? ഇന്നലെ എന്നെ വേദനിപ്പിച്ചവരുടെ മുഖത്ത് നോക്കി ഇന്നെനിക്ക് ചിരിക്കേണ്ടി വരും. എല്ലാം മറവി എടുത്തു കൊണ്ടുപോയി എന്ന് അഭിനയിക്കേണ്ടി വരും. പലപ്പോഴും അത്ര അഭിനയങ്ങൾ ജീവിതത്തിലും വേണ്ടിവരും വന്ദനെ. അറിയാം, നന്നായിട്ട് അഭിനയിക്കുന്നവരുടെ ഇടയിൽ എന്റെ ഭാഗം ഭംഗിയാക്കുന്നതിൽ പലപ്പോഴും ഞാൻ പരാജയപ്പെടുന്നു. ആദ്യം അമ്മയുടെ മാല ഞാൻ മോഷ്ടിച്ചു എന്ന് വരുത്തി തീർക്കാൻ നോക്കി. ഇപ്പൊ അച്ഛന് ഞാൻ വിഷം കലർത്തി കൊടുത്തത്ര. വന്ദനെ, അവരെങ്ങനെ പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? നീ കുറ്റക്കാരിയായോ? ഇല്ലല്ലോ. ജഗ, ഞാൻ കള്ളിയാണെന്നും വിഷം കലർത്തി കൊടുത്തവളാണെന്ന് വിളിച്ചു പറയുമ്പോ മറുത്തൊന്നും പറയാനാകാതെ നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടല്ലോ. അത് അനുഭവിക്കണം. അനുഭവിച്ചാലേ മനസ്സിലാവും. വന്ദന, പലപ്പോഴും എല്ലാം അവസാനിപ്പിക്കണമെന്ന് തോന്നാറുണ്ട്. അപ്പോ എന്റെ തീമോളുടെ മുഖം മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇതുവരെ സംഭവിച്ചതിനെല്ലാം ഞാൻ ക്ഷമയോദിക്കുന്നു. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. ജഗന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഇപ്പൊ ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നുണ്ടല്ലേ? വന്ദനെ, വന്ദന കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ 1000 പ്രതീക്ഷകളൊന്നും ആയിട്ടല്ല വന്ദന എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നെന്ന്. വന്ദനയുടെ ഈ സാന്നിധ്യം തന്നെ എനിക്ക് ഓരോ നിമിഷവും 1000 പ്രതീക്ഷകളാ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ദൈവം സമ്മാനിച്ച പുണ്യ വന്ദന. ജഗന്നത് പുണ്യായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പടുകുഴിയാ. ജീവിതം വെറുതെ എനിക്ക് ഒരിക്കലും ചിന്തിക്കാനോ സങ്കല്പിക്കാനോ പറ്റാത്തൊരു ജീവിതം സമ്മാനിച്ചവനാണ് ജഗൻ. അതൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നില്ല. ഒരിക്കലും ഒരു വിവാഹം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ദേമോളെ വളർത്തി അവളുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ഒരു ജീവിതം അവസാനിപ്പിക്കാം, അത് മാത്രമായിരുന്നു എന്റെ ചിന്ത. അതിനിടയിലാ ഈ താലി ആരും അറിയാതെ ജഗനന്റെ കഴുത്തിൽ കെട്ടിയത്. ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ വാഷ്റൂമിൽ പോകുന്നത് വരെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. തിരികെ വന്ന് ആ കർച്ചീഫ് കൊണ്ട് മുഖം തുടച്ചു. അതിനുശേഷം എനിക്കൊരു മയക്കം പോലെ സംഭവിച്ചത്. അവിടുന്ന് ഞാൻ അറിയാതെ ഏതോ ഒരു ശക്തി എന്നെ കാവിലെത്തിക്കുകയായിരുന്നു. ആരെ അത് ചെയ്തെന്ന് എനിക്കറിയില്ല. ഒടുവിലൊരു തലകറക്കം, ഞാൻ മയങ്ങി വീണു.
എനിക്കൊരു സംശയം. എന്താ? ജഗനാണോ ആ കർച്ചീഫില്? വന്ദനെ, എന്നെ സംശയിക്കരുത്. ഒരിക്കലും അങ്ങനെ ഒരു ചതി ഞാൻ ചെയ്യില്ല. ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ജഗനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം. താലി കെട്ടിയ വിവരം വന്ദനയും അച്ഛനെയും അമ്മയും വിളിച്ചു പറയാൻ ഞാൻ കാണിച്ച ധൈര്യം. അത് പറയാമെങ്കിൽ ഇതും ജഗൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞേനെ, ചങ്കൂറ്റത്തോടെ. പക്ഷെ അത് ചെയ്തത് ഞാനല്ല, വന്ദനയുടെ ശത്രുവായിരിക്കും. വന്ദന ചിന്തിച്ചു നോക്ക്, അങ്ങനെ ഒരാൾ ആരാണെന്ന്. അയാളെ കണ്ടെത്താൻ മറ്റാരേക്കാളും വന്ദനയ്ക്ക് കഴിയും. വിക്രം, ആയിരിക്കില്ല. ഏതൊക്കെ രീതിയിൽ നോക്കിയിട്ടും വന്ദനെ ഒതുക്കാൻ പറ്റുന്നില്ലല്ലോ. അന്ന് മാലമോഷണം, അതില് കള്ളീന്ന പേരില് വന്ദന എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പുറത്താവൂന്ന് കരുതിയതാ. പക്ഷെ എന്തായി? ഒടുവിൽ എനിക്ക് അടികൊണ്ടത് മാത്രം മിച്ചം. ഞാൻ തമാശ കാണിച്ചതാണെന്നും എല്ലാരെയും പറ്റിക്കാൻ ശ്രമിച്ചതാണെന്നും പറഞ്ഞതുകൊണ്ട് അച്ഛന്റെ ഒറ്റ അടിയിലെല്ലാം തീർന്നു.